നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷിയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ കീഴടങ്ങി. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് പ്രതികൾ കീഴടങ്ങിയത്. കേസിലെ രണ്ട് പ്രതികൾ വിനീത ഒപ്പം തന്നെ മറ്റു പ്രതി രാധാകുമാർ, ഇവർ രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് ഇന്ന് ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. മറ്റൊരു പ്രതി, മൂന്നാം പ്രതിയായിട്ടുള്ള ദിവ്യ പക്ഷേ കീഴടങ്ങിയിട്ടില്ല, ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസമായി ഈ മൂന്ന് പ്രതികളും ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യാപേക്ഷ തള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണം 69 ലക്ഷം രൂപ ദിയ കൃഷ്ണയുടെ സ്ഥാപനമായ OBOC എന്ന സ്ഥാപനത്തിൽ നിന്നും 69 ലക്ഷം രൂപ ഇവർ QR കോഡ് സ്വന്തമായി കൊണ്ടുവന്ന QR കോഡ് ഗൂഗിൾ പേ വഴി ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ പൈസ മാറ്റി അങ്ങനെ 11 മാസം കൊണ്ട് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. ഈ കേസിൽ ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ള മ്യൂസിയം പോലീസ് അടക്കം കണ്ടെത്തിയത് ഇവരുടെ ബാങ്ക് അക്കൗണ്ട്, ഇവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടക്കം നിരവധി പണം അല്ലെങ്കിൽ നിരവധി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അന്വേഷിച്ചതിൽ നിന്നും ഈ സ്ഥാപനത്തിലേക്ക് എത്തിയ പൈസ ഇവർ മാറ്റിയെന്ന കണ്ടെത്തലുണ്ടായി. ഈ അന്വേഷണ വിവരങ്ങളൊക്കെ തന്നെ പിന്നീട് സാങ്കേതികമായി ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ കാലതാമസം ഉള്ളതുകൊണ്ടാണ് പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറ്റിയത്. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലും ഇവർ പണം കൈമാറിയത് കണ്ടെത്തി. പക്ഷേ ഒരു ഘട്ടത്തിലും അന്വേഷണവുമായി സഹകരിക്കാൻ ഈ മൂന്ന് ജീവനക്കാരും തയ്യാറായിരുന്നില്ല. മൊഴിയെടുക്കാൻ പോലും ഇവർ വന്നിരുന്ന ഇവരുടെ വലിയ തുറയിലെ വീട്ടിലെത്തി പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇവരെ തെരഞ്ഞുവെങ്കിൽ ഇവർ അവിടെ നിന്നും ഒളിവിൽ പോവുകയായിരുന്നു.